ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബീച്ചിൽ പോയിട്ട് അവിടുത്തെ കുറെ ഫുഡ് ട്രൈ ചെയ്തിരുന്നു. കഴിച്ചത് ഇനിയാണ് കഴിക്കാൻ പോകുന്നത്. ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ടർ മാത്രമായിരുന്നു. അപ്പം പറഞ്ഞ പോലെ ഇപ്പം കഴിച്ചത് വെറും സ്റ്റാർട്ടറാണ്. മെയിൻ ആയിട്ടുള്ള ഡിന്നർ കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു സ്ഥലത്തോട്ടേക്ക് ഇപ്പം പോകാൻ പോവാണ്. സോ മുന്നത്തെ വീഡിയോസ് കാണാത്തവർക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. ഇതിൻ്റെ മുന്നത്തെ പാർട്ട് 1ഉം 2ഉം ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയെന്ന് കണ്ടോക്ക്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ഒന്നും വിട്ടോണ്ട. സോ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അടുത്ത ഫുഡ് സ്പോട്ടിൻ്റെ അടുത്തോട്ട് പോവാണ്. പോകുന്ന വഴി ബീച്ചിൽ കണ്ട കാഴ്ചയാണിത്. ദൂരെ ഇങ്ങനെ ലൈനായിട്ട് ലൈറ്റ് കാണുന്നുണ്ട്. എനിക്ക് തോന്നും ബോട്ടിന്റെ ലൈറ്റ് ആണെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിക്കേഷനോ ബൗണ്ടറിക്കോ വേണ്ടിയിട്ട് ലൈറ്റ് ആക്കി വെച്ചതായിരിക്കാം. അറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ബോക്സിൽ പറയട്ടോ. മുന്നിങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ വേറൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലത്തെ കടകളൊക്കെ എടുത്ത് മാറ്റിയപ്പം ബീച്ചിലെ ലൈറ്റ് വല്ലാണ്ട് കുറഞ്ഞ പോലെ ഉണ്ട്. അപ്പം നമ്മൾ നടന്ന് ഏകദേശം ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഉദ്ദേശിച്ച സ്ഥലം എവിടെയാണെന്ന്. നമ്മുടെ പാരഗൺ, ദി ഫേമസ് പാരഗൺ റെസ്റ്റോറന്റ് ബീച്ച് സൈഡ് ബ്രാഞ്ച് ഇവിടെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റാർബക്സിന്റെ തൊട്ട് മേലെ. പാരഗണത്തെ ഫുഡിനെ കുറിച്ച് പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അതിന്റെ കൂടെ ഈ ബീച്ച് വ്യൂവും കൂടെ ആകുമ്പോഴത്തേക്കും പൊളിക്കും. പിന്നെ പാരഗൺ ഇവിടെ വന്ന സ്ഥിതിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്കും പാരഗണിൽ കയറാത്തതും മോശമാണല്ലോ. അതുകൊണ്ട് ഇവിടെ തന്നെ മെയിൻ ഫുഡ് കഴിക്കാന്ന് തീരുമാനിച്ചു. പക്ഷെ ഇതിന്റെ മേലോട്ടേക്ക് കയറാനുള്ള വഴി കണ്ടുപിടിക്കാൻ ഇത്തിരി സമയം എടുത്തു. ആദ്യം ഞങ്ങൾ ബാക്ക് കൂടെ പോയി. അപ്പം പാരഗണിന്റെ തന്നെ ഒരു ചായ് കോർണർ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ മനസ്സിലായി റോഡ് സൈഡ് വഴി പോയി കഴിഞ്ഞാലാണ് പാരഗണിലോട്ടേക്കുള്ള എൻട്രൻസും സ്റ്റെയർസിലേക്ക് എത്താന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ അടുത്തെത്തി ഒന്ന് ഉള്ളിലോട്ടേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായേ നല്ല ഒന്നൊന്നര തിരക്ക അതിന്റെ ഉള്ളിൽ. വെയിറ്റ് ചെയ്ത് ഇരിക്കാനുള്ള സ്ഥലത്ത് ഇരിക്കാൻ വരെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ പാരഗണിന്റെ മുന്നിൽ ഒരു ഡ്രോണും സ്പോട്ട് ചെയ്തു. അപ്പം ഇവിടെ തിരക്കായതുകൊണ്ട് തന്നെ ഓൺ ദി സ്പോട്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി അടുത്ത സ്ഥലത്തോട്ടേക്ക് വിടാൻ തീരുമാനിച്ചു. ബീച്ച് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെ പോകണം എന്നുള്ളത് തന്നെ ഒരു വലിയ കൺഫ്യൂഷൻ ആണ്. കാരണം അത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ മാറ്റി പിടിക്കാതെ മുന്നേ പോയ ഒരു സ്ഥലത്തോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. പാരഗണിലുള്ള സ്ഥലത്ത് നിന്ന് ഇത്തിരിയും കൂടെ പോകാനുണ്ട്. സോ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്, തക്കാരം റെസ്റ്റോറന്റ്. ഇതാണ് മുന്നേ ഉണ്ടായിരുന്ന ബിൽഡിംഗ്. അതിന്റെ ഓപ്പോസിറ്റ് കുട്ടി തക്കാരം എന്ന് പറഞ്ഞ ഒരു പുതിയതും കൂടെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ സ്നാക്സ് ടൈപ്പ് സാധനങ്ങളായിരിക്കും. പിന്നെ ബീച്ച് സൈഡും ആണല്ലോ. ഞങ്ങൾ അവിടേക്കല്ല പോയത്, മെയിൻ തക്കാരം ആദ്യമേ ഉണ്ടായിരുന്ന തക്കാരത്തിലോട്ടേക്കാണ്. ഇവിടെ ഞങ്ങൾ മുന്നേ വന്നപ്പോഴും അധികം തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഒത്തന്റിക് കേരള ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നല്ല പീസ്ഫുള്ളും കാമായിട്ടുള്ള എൻവയോൺമെന്റും ആണ് ഇതിൻ്റെ ഉള്ളില്. റോഡ് സൈഡിലുള്ള ഒരു റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുകയില്ല ഉള്ളിന്ന്. പിന്നെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാളും ഇല്ലേനും. പക്ഷെ ഞങ്ങൾ വന്ന് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴത്തേക്കും കുറെ പേര് വന്നു. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ സംഭവിക്കാറുണ്ടോ? ഒരു കടയിലൊക്കെ നമ്മൾ വരുന്നവരാരും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറെ പേര് വരാൻ തുടങ്ങും. അപ്പൊ എന്നാൽ നമുക്ക് മെയിൻ കോഴ്സ് ഫുഡ് അങ്ങ് കഴിച്ച് കളയാം. പിന്നെ നല്ല ഇന്റീരിയർ ഡെക്കറേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള 2-3 സ്പോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെനു കാർഡാണ്. ഒരു ആധാരം പോലെ ഈ റെസ്റ്റോറന്റിന്റെ സ്റ്റോറി എഴുതി വെച്ചിരിക്കുകയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ ഫുഡിന്റെ സ്റ്റാർട്ടർ ആയിട്ടുള്ള വെള്ളം ഒക്കെ വന്നു തുടങ്ങി. ആൻഡ് അത് കഴിഞ്ഞിട്ട് അച്ഛൻ അത് വായിക്കാൻ എടുത്തുണ്ട്. അച്ഛൻ അത് എടുത്തിട്ട് ഒച്ചത്തിൽ വായിക്കാനും ആൻഡ് ഞാൻ അത് കേട്ടിട്ട് ഇരുന്ന് ചിരിക്കുകയും. നിങ്ങൾക്ക് ആയിരിക്കും അത് വായിക്കണതാ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്ക്, നല്ല രസമുണ്ട് വായിക്കാൻ. ഞാളിങ്ങനെ പറയാനു ഭയങ്കര ക്രിയേറ്റീവ് ഹ്യൂമർ സെൻസ് ഉള്ള ആരോ എഴുതിയ സാധനമാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ്, എന്തോ പേര് മറന്നുപോയി, ഞണ്ട് കറി. കാണാൻ നല്ല രസമുണ്ട്, നല്ല പ്രസന്റേഷനുമാണ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഞണ്ടായത് കൊണ്ട് അതിൻ്റെതായ കുറെ സ്കിൽസ് നമ്മൾ പുറത്തെടുക്കേണ്ടി വരും. പിന്നെ ഇതിന്റെ കൂടെ കഴിക്കാൻ നൈസ് പത്തിരിയും നൂൽപുട്ടുമാണ് വാങ്ങിയത്. ഈ കറിയിൽ 4 ഞണ്ടുകളാണ് നമുക്ക് കിട്ടുക. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ കഴിക്കാൻ പാടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുവാണ്. ദിസ് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹാവിങ് ഞണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ സ്ഥലം വിടുകയാണ്. പോകുന്ന വഴി ബീച്ചിൽ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ നടന്നതിന്റെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ റാഫി നൈറ്റ് എന്ന് പറഞ്ഞ എന്തൊക്കെയോ മ്യൂസിക്കൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് നടന്നത്. അപ്പൊ വേറെ കുറെ കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.